വനം വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് KCBC. ദുരിതങ്ങളുടെ മേൽ വീണമീട്ടി രസിക്കുന്ന വകുപ്പായി വനം വകുപ്പ് മാറി. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വകുപ്പെന്നും KCBCയുടെ വിമർശനം. കർഷകർ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണെന്നും കർഷക ഭൂമിയിൽ കടന്നുകയറുന്ന വനം വകുപ്പ് നയം അവസാനിപ്പിക്കണമെന്നും KCBC ഇൻഫാം കമ്മീഷന്റെ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. വനം വകുപ്പിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് KCBC. പറയുന്നതിൽ കുറേ കാര്യമുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. വന്യമൃഗശല്യം ഒരു ഭാഗത്ത്, അതേപോലെ ഏതെങ്കിലും തരത്തിൽ കൃഷിക്കാർ കൃഷി ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ഗുണകരമല്ലാത്ത നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് KCBCയുടെ സർക്കുലറിൽ പറയുന്നത്, ഇൻഫാം സർക്കുലർ പറയുന്നത്? ഇപ്പോൾ KCBC വനം വകുപ്പിനെതിരെ രംഗത്ത് വരാനുള്ള സാഹചര്യം എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി KCBCയും കത്തോലിക്ക സഭയും വിവിധ ക്രൈസ്തവ സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ തുടർച്ചയാണ്. കർഷക ദിനം, വരാനിരിക്കുന്ന കർഷക ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ പ്രതിഷേധവും കടുത്ത വിമർശനവും ഉൾപ്പെടുത്തിയുള്ള സർക്കുലർ KCBC പുറത്തിറക്കിയിരിക്കുന്നത്. KCBCയുടെ കർഷക വിഭാഗമായ ഇൻഫാം കമ്മീഷൻ, ആ ഇൻഫാം കമ്മീഷന് വേണ്ടിയും താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷന്മാർ റെബജ്യൂസ് ഇഞ്ചനാലിയിലാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നല്ല, അടുത്ത ഞായറാഴ്ച പള്ളികളിൽ, കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ പള്ളികളിലും വായിക്കുന്നതിന് വേണ്ടിയാണ് സർക്കുലർ നൽകിയിരിക്കുന്നത്. അതിൽ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം ഒരു വശത്ത് നിൽക്കുകയും അതിന്മേൽ ചൊല്ലിയുള്ള രാഷ്ട്രീയ ചർച്ച ഒരു വശത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗാക്രമണങ്ങൾ വലിയ തോതിൽ പെരുകുന്നു. അതിന്റെ കണക്കുകളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു, കാർഷിക വിളകൾ നാശനഷ്ടം ഉണ്ടാകുന്നു, ഒപ്പം അവിടെ കൃഷി തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് മാത്രമല്ല, കൃഷിഭൂമിയിൽ കടന്നു കയറി പലപ്പോഴും അവരുടെ അവകാശങ്ങളൊക്കെ നിഷേധിക്കും വിധം, അതായത് ഭൂമിയിൽ മേലുള്ള അവകാശങ്ങൾ നിഷേധിക്കും വിധമുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലില്ലാതെ വനം വകുപ്പ് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഴിവുകെട്ട വകുപ്പായി മാറിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഇനിയും ഇങ്ങനെ പിന്മാറി നിൽക്കരുത്. അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണം. കാർഷിക നഷ്ടത്തെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിനാശത്തിനൊക്കെയുള്ള നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണം. ആളുകൾ വന്യമൃഗ ആക്രമണങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നപ്പോൾ ഫെൻസിങ്ങിന്റെ കാര്യത്തിൽ, ഒപ്പം ഈ കള്ളിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഒരു രാഷ്ട്രീയ ഐക്യം ഉണ്ടാകണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ദുരിതമൊക്കെ ഉണ്ടാകുമ്പോൾ വനം വകുപ്പ് പലപ്പോഴും വീണമീട്ടി രസിക്കുകയാണ്. അതിൽ ഈ വന്യമൃഗാക്രമണങ്ങളോടൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകരുടെ നെല്ലിന്റെ വില അവർക്ക് നൽകുന്നതിൽ പോലും കുടിശ്ശിക ഉണ്ടാകുന്നു തുടങ്ങി വനം വകുപ്പിനെതിരായ നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, KCBCയുടെ ഇൻഫാം കമ്മീഷന്റെ സർക്കുലറിലാണ് വനം വകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമുള്ളത്. വീണമീട്ടി രസിക്കുകയാണോ സാധാരണക്കാരായ കർഷകരുടെ പ്രശ്നങ്ങളുടെ മേൽ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യത്തിന് മറുപടി പറയേണ്ടത് വനം വകുപ്പാണ്. എന്തായാലും നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ട് KCBCയുടെ സർക്കുലറിൽ. അപ്പോൾ താങ്ക് യു സജു ദേവസ്യ. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ.